നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ എടുത്തു കുടഞ്ഞ് ഹൈക്കോടതി. സർക്കാരിന് നേർക്ക് രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത്. എന്തുകൊണ്ട് ഇത്ര വലിയ നിഷ്ക്രിയത്വം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാണിച്ചു? 2021 DGPക്ക് മുൻപാകെ ഹേമ കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും എന്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഇത്രയും വർഷം മൂടിവെക്കപ്പെട്ടത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുത്തില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ പരുങ്ങി നിൽക്കാനേ കേരളത്തിന്റെ സർക്കാരിന് കഴിയുന്നുള്ളൂ. സർക്കാരിനെ നടുക്കുന്ന ചില ഉത്തരവുകളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തെത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിച്ചതിനു ശേഷം കേസെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മുൻപോട്ടു പോകാൻ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതിന്മേലുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണം. സർക്കാരിന് നേർക്ക് കടുത്ത വിമർശനങ്ങളാണ് കോടതി ഉയർത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് കോടതി ഏറെ പരാമർശങ്ങൾ നടത്തിയത്. കേരള സമൂഹം പലവിധത്തിലും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സമൂഹത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട്. ഭൂരിപക്ഷമുള്ള സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും അത് പരിഹരിക്കാൻ നടപടികളില്ല സർക്കാരിന് മുന്നിൽ. ഇത് അങ്ങേയറ്റം ഖേദകരമാണ്. സിനിമയിലെ കാര്യങ്ങൾ മാത്രമല്ല, കേരള സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിൽ നിന്ന് നടപടികൾ ഉണ്ടാവണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥമില്ല. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ സർക്കാർ നിഷ്ക്രിയത്വം അവലംബിച്ചത്, നിശബ്ദത പാലിച്ചത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. ഈ വിമർശനങ്ങൾക്ക് മുന്നിൽ വിറയ്ക്കാനേ കേരള സർക്കാരിന് കഴിയൂ. 3 വർഷം ഈ റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുത്തില്ല എന്നുള്ളത് ആശ്ചര്യമുളവാക്കുന്നു. ഒരു കുറ്റകൃത്യം നടന്നുവെങ്കിൽ അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതൊരു സാമാന്യ കാര്യമാണ്. അതുണ്ടായില്ല. റിപ്പോർട്ടിൽ ബലാത്സംഗത്തെക്കുറിച്ചും പോക്സോ കേസെടുക്കാവുന്ന സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ പരാമർശങ്ങളുണ്ട്. അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചു? സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നും റിപ്പോർട്ടിൽ പരാതിക്കാരെക്കുറിച്ചോ പരാതി എന്തെന്നോ പരാമർശങ്ങളില്ല എന്നായിരുന്നു നേരത്തെ സർക്കാർ വിശദീകരിച്ചത്. അത് പൂർണ്ണമായും ഹൈക്കോടതി പൊളിച്ചടുക്കി. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരും അന്വേഷണ സംഘത്തിന്. റിപ്പോർട്ടിന്റെ അനുബന്ധമായി ശബ്ദരേഖകളും വാട്സാപ്പ് സന്ദേശങ്ങളുമൊക്കെ തെളിവുകളായില്ലേ എന്ന് കോടതിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വിയർക്കും എന്നതിൽ സംശയമില്ല. ഒരു വശത്ത് ശക്തമായ സമ്മർദ്ദങ്ങളുമായി നിൽക്കുന്ന സർക്കാർ അന്വേഷണ സംഘത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇക്കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ അപ്പീൽ നൽകാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം പോലും സർക്കാർ തടഞ്ഞിരുന്നു. സർക്കാരിനേറെ വേണ്ടപ്പെട്ടവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പരിഭ്രമവും നിഷ്ക്രിയത്വവും. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ചാണ് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സർക്കാർ എടുത്തു പറഞ്ഞത്. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് ഹൈക്കോടതിയും പറഞ്ഞു. പരാതി നൽകിയവർക്കും ഇരകൾക്കും സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവരുടെ സ്വകാര്യത പൂർണ്ണമായി നിലനിർത്തണം. തിടുക്കപ്പെട്ട നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണ്ട. പക്ഷേ കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുത്തേ തീരൂ. റിപ്പോർട്ടിൽ പറയുന്ന ശുപാർശകൾ നടപ്പാക്കാൻ നടപടികൾ സർക്കാർ സ്വീകരിച്ചു തുടങ്ങി എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. 2023 തന്നെ സിനിമാ നയം രൂപീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നുവെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞത്. എന്നാൽ ഒരു റിപ്പോർട്ട് കയ്യിൽ 4 വർഷം ഇരുന്നിട്ട് അതിന്മേൽ എന്ത് നടപടികളെടുത്തു എന്ന ചോദ്യത്തിന് മുന്നിൽ വിയർത്തു നിൽക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ. ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചാൽ 4 വർഷം കഴിഞ്ഞാണോ FIR രജിസ്റ്റർ ചെയ്യുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന സർക്കാർ. റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ലൈംഗിക അതിക്രമം നടത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകാനാണ് ഹർജി നൽകിയ പായിച്ചറ നവാസ് ആവശ്യപ്പെട്ടത്. ICC നടപ്പാക്കാത്ത സിനിമാ യൂണിറ്റുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വിശദമായ വാദം കേട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അന്വേഷണം വേഗത്തിലാക്കുക, അന്വേഷണം CBIക്ക് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വിവിധ ഹർജികളാണ് പ്രത്യേക ബെഞ്ചിന് മുന്നിൽ.
ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് മുൻപാകെ നൽകുന്ന റിപ്പോർട്ടിന്മേൽ വിദഗ്ധ പരിശോധനകൾ നടത്തി CBIയെ കേസ് ഏൽപ്പിക്കാനുള്ള സാഹചര്യം പോലും നിലനിൽക്കുന്നു. ഈ റിപ്പോർട്ടിൽ എന്ത് നടപടികളെടുത്തു എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം 23 കേസുകളെടുത്തു എന്ന വിശദീകരണമാണ് സർക്കാർ നൽകിയത്. 4 വർഷത്തിന് ശേഷമാണോ ഇത്തരം നടപടികൾ എന്ന ചോദ്യം അപ്പോഴും കോടതിയിൽ നിന്നുയർന്നു. ഒരു സംസ്ഥാനത്തിന്റെ DGPയുടെ മുന്നിലാണ് ഇത്ര ഗുരുതരമായ റിപ്പോർട്ട് ഇരുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തിയത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മീഡിയ ബ്രീഫിംഗ് ചെയ്യരുത് എന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകി. പരാതിക്കാരുടെയോ പ്രതികളുടെയോ വിവരങ്ങൾ പുറത്തുവിടണ്ട, മാധ്യമ വിചാരണകൾ പാടില്ല, മൊഴി നൽകിയവർക്ക് പരാതിയില്ല എങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു. ചുരുക്കത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് സർക്കാരിന്റെ തലയിൽ വന്നു പതിക്കുന്നു. CBI അന്വേഷണത്തിന് പോലുമുള്ള സാധ്യതകളാണ് സർക്കാരിന് മുന്നിൽ. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിലും പരാതിയുമായി എത്തിയത് ചില ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നും അവരൊക്കെ സിനിമയിൽ നിന്ന് ഔട്ടായവരാണെന്നുമാണ് സിനിമാ ലോകം പ്രചരിപ്പിച്ചത്. അതിനെ കീഴ്മേൽ മറിക്കുന്ന ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്രൂരമായ ലൈംഗിക വേട്ടകളുടെ നിരവധി അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടവർ തന്നെ പുറത്തു പറയുന്നുണ്ട്. WCC ഉൾപ്പെടെ ഉയർത്തിയ ആവശ്യങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ ഹൈക്കോടതി സമ്മതം നൽകുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ സിനിമാ ലോകത്തെ ലൈംഗിക വേട്ടക്കാർ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ വഴി നിയമത്തിന്റെ പിടിയിലകപ്പെടും എന്ന സൂചനകൾ ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.